അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു അബസ 26-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖ, പിന്നീട് ഭൂമിയെ നാം ഒരു പിളർത്തൽ പിളർത്തി. സുമ്മ പിന്നീട്, ശഖഖ്ന നാം പിളർത്തി, അൽ അർള ഭൂമിയെ, ശഖ്ഖ ഒരു പിളർത്തൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ അവൻ നിശ്ചയിച്ച അത്ഭുതകരമായ പ്രതിഭാസങ്ങളിലേക്ക് മനുഷ്യൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് തുടരുകയാണ്. ഭൂമിയെ നാം ഒരു പിളർത്തൽ പിളർത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂമി ചെടികൾക്ക് മുളച്ച് പുറത്തേക്ക് വരാൻ വേണ്ടി പിളർന്നു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് ഒരു തവണ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഈ മുളച്ചു വന്ന ചെടിയെ അതുപോലെ തിരിച്ച് ഭൂമിയിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിച്ചാൽ ആ ചെടി പൊട്ടിപ്പോകും. ഭൂമി ഒരിക്കലും പിളർന്ന് തരികയില്ല. അതേ സമയത്ത് വിത്തിൽ നിന്നും ചെടി മുളച്ച് പൊന്താൻ വേണ്ടി ഭൂമി പിളരുന്നു. അള്ളാഹുവാണ് അങ്ങനെ ഭൂമിയെ പിളർത്തുന്നത്. ഭൂമി തിരികെ നാം കുത്തുമ്പോൾ പിളരാത്തതുപോലെ, ചെടി പൊട്ടിപ്പോകുന്നത് പോലെ താഴെ നിന്ന് മുളക്കുമ്പോഴും പിളരാതെ ശക്തിയോടെ നിൽക്കുകയും ചെടി മുളക്കാതിരിക്കുകയും ചെയ്താൽ ഈ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. എത്ര ശക്തിയേറിയ ബലവത്തായ മരവും കാരിരുമ്പ് പോലെ കരുത്തുള്ള മരമാണെങ്കിലും അത് മുളച്ചു പൊന്തുമ്പോൾ ദുർബലമായൊരു ചെടിയാണ്. ആ ദുർബലമായ ചെടിക്ക് പോലും ഭൂമിയെ പിളർത്താൻ അള്ളാഹു ഒരു തവണ കഴിവ് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തമാണ്. അള്ളാഹുവെ കണ്ടെത്താൻ ചിന്തിക്കുന്നവർക്ക് ഇത് തന്നെ ധാരാളമാണ് എന്നർത്ഥം. ഈ ഭൂമിയെ പിളർത്തി വരുന്ന ചെടി, ആ ചെടിയുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നതും അള്ളാഹുവാണ്. പിളർത്തി പുറത്തു വരാൻ നിശ്ചയിച്ച റബ്ബ് തന്നെയാണ് അത് കരിയണമോ കരിയേണ്ടയോ, വളരണമോ, അതിൽ നിന്നും വരുമാനം ലഭിക്കണമോ, അല്ലെങ്കിൽ അത് ഉപകാരപ്പെടണമോ എല്ലാം നിശ്ചയിക്കുന്നത്. ഭൂമി ഉഴുതുമറിക്കുക, വിത്ത് നടുക, അല്ലെങ്കിൽ മണ്ണ് പാകപ്പെടുത്തി കമ്പ് നടുക തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ ഭൂമിയെ പിളർത്തി അതിനെ വളർത്തി ആവശ്യമായ എല്ലാം നൽകി, അനുയോജ്യമായ പോഷണങ്ങൾ നൽകി, അങ്ങനെ മനുഷ്യന് ഒരുപാട് ഉപകാരപ്പെടുന്ന അർത്ഥത്തിലേക്ക് ചെടികളെയും സസ്യലതാദികളെയും എല്ലാം വളർത്തുന്നത് അള്ളാഹുവാണ്. അതിൻ്റെ തുടക്കം ഭൂമി പിളർന്ന് ചെടി പുറത്തേക്ക് വരുന്നു എന്നതാണ്. മണ്ണിൽ നിക്ഷേപിച്ച വിത്ത് പൊട്ടിമുളക്കാനും, ഏതൊരു വിത്താണോ അതിൽ നിന്ന് അതേ ഇനത്തിൽപ്പെട്ട ചെടി വളരാനുമെല്ലാം നിശ്ചയിച്ചത് അള്ളാഹുവാണ്. മനുഷ്യൻ്റെ വല്ല കഴിവും അതിലുണ്ടെങ്കിൽ അവൻ നടുന്ന സകല വിത്തും മുളക്കണം, സകലതും അവന് എല്ലാ അർത്ഥത്തിലും ഉപകാരപ്പെടണം. ഒരിക്കലും അത് സംഭവിക്കാറില്ലല്ലോ. പ്രവർത്തിക്കുന്നു, അധ്വാനിക്കുന്നു, ബാക്കിയെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അള്ളാഹുവാണ്. അധ്വാനിക്കുമ്പോഴേ ചെയ്തു കൊടുക്കൂ എന്നതോടൊപ്പം അള്ളാഹു നിശ്ചയിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. വളരെ നിസ്സാരമെന്ന് മനുഷ്യൻ കണക്കാക്കുന്ന ഒരു വിത്ത് നട്ട് അല്ലെങ്കിൽ കൊമ്പ് നട്ട് അതിൽ നിന്നും വലിയ വൃക്ഷങ്ങളും ചെടികളും ഉണ്ടാകുന്ന പ്രക്രിയയിൽ വരെ അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവും ആസൂത്രണവും സൃഷ്ടി വൈഭവവും എല്ലാം ഒത്തുചേർന്ന് കിടക്കുന്നുണ്ട്. അതിനെ കൃത്യമായി ആലോചിച്ചാൽ, മനസ്സിലാക്കിയാൽ, ഇത്രയൊക്കെ കഴിവുള്ള റബ്ബിന് മനുഷ്യനെയും പുനഃസൃഷ്ടിക്കുക ഒരിക്കലും പ്രയാസകരമല്ല എന്ന് കൃത്യമായും ബോധ്യപ്പെടും. ചെടികളിൽ ഒളിഞ്ഞു കിടക്കുന്ന മഹാത്ഭുതങ്ങളെക്കുറിച്ച്, അതിലുള്ള ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അതിൻ്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിലെ 99-ാമത്തെ സൂക്തത്തിൽ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. പ്രപഞ്ചമാകുന്ന പാഠപുസ്തകത്തിലൂടെ അള്ളാഹുവെ കണ്ടെത്താൻ ആഹ്വാനം ചെയ്യുന്ന സൂക്തങ്ങളാണ് ഇവ. ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക. ഫ, ഫ, ضاد, ضاد, قاف, قاف. സുമ്മ, മീം ഇരട്ടിച്ച് വന്നു, മണിക്കുക. ثم شققنا الأرض شقا. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.